മംഗല്യ മുഹൂർത്തങ്ങൾക്കാണ് പട്ടിന്റെ പവിത്രത പകർന്നു നൽകിയത്. സൗഖ്യമാ? ഇവരെല്ലാം യാരുങ്ങയ്യാ? ഇവരെല്ലാം പട്ടിനെ പറ്റി അറിയാൻ വന്നവരാ. ഇതെല്ലാം കല്യാൺ സിൽക്സിന്റേതാണോ? ഇത് மட்டும் இல்லம்மா, இந்த மாதிரி 1000 തറികൾ കല്യാൺ സിൽക്സിൽ இருக்கு. അതൊക്കെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ? இதுதான் டெம்பிள் ப்ரோக்கெட் காஞ்சிபுரம். 1000 புட்டா காஞ்சிபுரம். இது ഹാൻഡ്ലൂം ടിഷ്യൂ കാഞ്ചീപുരം സാരി. ഇത് പല്ലവ സാരി കാഞ്ചീപുരം. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കിങ് ഓഫ് കാഞ്ചീപുരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാഞ്ചീപുരം സാരി എക്സിബിഷൻ കം സെയിൽ. കല്യാണം എന്നാൽ കാഞ്ചീപുരം, കാഞ്ചീപുരം എന്നാൽ കല്യാൺ സിൽക്സ്. കിങ് ഓഫ് കാഞ്ചീപുരം എക്സിബിഷൻ കം സെയിൽ, കല്യാൺ സിൽക്സ്. നൂറ്റാണ്ടുകൾ നിലനിൽക്കുവാൻ രൂപകൽപ്പന ചെയ്തതുമായ ശക്തമായ TMT ഷ്യാം മാത്രം. ഷ്യാം സ്റ്റീൽ ഫ്ലെക്സി സ്ട്രോങ് TMT ബാർ, ശക്തവും വഴങ്ങുന്നതും. TMT ഫ്ലെക്സി സ്ട്രോങ് ഉള്ളപ്പോൾ വീട് എന്നേക്കും ശക്തം. കൃഷ്ണരാജ്, ആറന്മുള എന്ന് പറയുന്നത് എടുത്തു പറയണം അല്ലേ? ആറന്മുളയിൽ ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയേണ്ടി വരും. കുമ്മനം രാജശേഖരൻ, വീണ ജോർജ്, അബിൻ വർക്കി. ആറന്മുളയുടെ ഒരു ചരിത്രവുമായി ഏറെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് കുമ്മനം രാജശേഖരൻ. അപ്പോൾ കുമ്മനത്തെ അവിടെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ എവിടെയും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തൊരു സമരനായകനാണ് കുമ്മനം രാജശേഖരൻ. പക്ഷെ ആറന്മുളയിലേക്ക് എത്തുമ്പോൾ അവിടെ മത്സരിക്കുന്ന വീണ ജോർജാണ്, ആരോഗ്യമന്ത്രി. മുങ്ങിപ്പോയ കപ്പലിൻ്റെ കപ്പിത്താനെ ഇപ്പോഴും ആരാധിക്കുന്ന ഒരാൾ. അബിൻ വർക്കി എന്ന യുവനേതാവ് അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കുമ്മനത്തിൻ്റെ പരിചയ തികവ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും. യെസ്, അപ്പോൾ നമ്മുടെ വോട്ട് സംഘം അവിടെ എത്തിയിട്ടുണ്ട് ആറന്മുളയിൽ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. തീവ്രവാദികളുമായി കൂട്ടുചേർന്ന് BJPയെ പരാജയപ്പെടുത്താനുള്ള ഡീലാണ് LDFും UDFും തമ്മിൽ നടത്തുന്നതെന്ന് ആറന്മുള NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. ജനം TV വോട്ട് വാർത്താ സംഘവുമായുള്ള പ്രചാരണത്തിനിടെയാണ് കുമ്മനം രാജശേഖരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അവരുടെ സംഭാഷണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ജനം TV വോട്ട് വാർത്താ സംഘം ഇപ്പോൾ ആറന്മുള നിയോജക മണ്ഡലത്തിലാണ് എത്തിയിട്ടുള്ളത്. ആറന്മുള നിയോജക മണ്ഡലം എന്ന് പറയുന്നത് NDA സംബന്ധിച്ച് ഇന്ന് A ക്ലാസ് മണ്ഡലമാണ്. അവിടെ മത്സരിക്കുന്നത് NDAയുടെ ശക്തനായ സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹത്തെ ആറന്മുളയ്ക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആറന്മുളയുടെ മണ്ണ് തൊട്ടറിയുന്ന, ആറന്മുളയുടെ ജനഹൃദയം തൊട്ടറിയുന്ന ആൾ തന്നെയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ശ്രീ രാജേട്ട, ഈ ആറന്മുളയിൽ അങ്ങ് ഒരു ജനവിധി തേടുന്നത് ആദ്യമായിട്ടാണ്. പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്, നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ജനവിഷയങ്ങൾ ഉയർത്തി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ജനഹിതം തേടി ഈ മണ്ണിൽ പോരാടുന്നത്. എങ്ങനെ കരുതുന്നു ഈ പോരാട്ടത്തെ? പോരാട്ടം പലവിധമാണല്ലോ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശബ്ദിക്കുക, പ്രവർത്തിക്കുക പോരാട്ടമാണ്. ഇതും മറ്റൊരു പോരാട്ടമാണ്. എല്ലാ തലങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നുള്ളതാണ്. ഞാനൊരു ജനപ്രതിനിധിയാകുന്നത് കേവലം ഒരു സ്ഥാനത്തിൻ്റെ ഒരു മോഹിയായിട്ടല്ല. അതൊരു ജനസേവനത്തിനുള്ള ഒരു അവസരമായിട്ടാണ്. മറ്റുള്ളവർ ഒരുപക്ഷെ അതൊരു പദവിയായി അല്ലെങ്കിൽ ഒരു ആഭരണമായി കൊണ്ടു നടക്കുമായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഈ അധപ്പതനമൊക്കെ ഉണ്ടായത്. ജനങ്ങളെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാൻ എനിക്ക് കിട്ടുന്നൊരു അവസരം ഞാനത് വേണ്ട വ്യക്തി ഉപയോഗപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയത്തിൽ എന്നും ആറന്മുളയുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഞാനുണ്ട്, ജനങ്ങൾ എന്നിലുമുണ്ട്. അതുകൊണ്ട് ജനങ്ങളും ഞാനും ആറന്മുളയും ഒന്നും വ്യത്യസ്തമല്ല, ഒന്ന് തന്നെയാണ്. അങ്ങനെ താതാത്മ്യം പ്രാപിച്ച ഒരു സ്ഥലത്ത് എനിക്ക് ജനങ്ങളുടെ ഹിതം അറിയാനും അവരുടെ ജനവിധി തേടിയെടുക്കാനും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ ആറന്മുളയെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രചരണം അവസാന ലാപ്പിലാണ്. അത്രത്തോളം ആവേശം ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാ ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഊർജ്ജമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അങ്ങേക്ക് തരുന്നത്? രാവിലെ 6 മണി മുതൽ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും പോകാൻ എനിക്ക് ഊർജ്ജം തരുന്നത് ഈ ജനങ്ങളുടെ ആവേശമാണ്. പട്ടിണി കിടന്നാലും അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങൾ തരുന്ന പിന്തുണയാണ് എൻ്റെ ശക്തി, എൻ്റെ കരുത്തെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ പ്രതികൂലമായ എന്ത് സാഹചര്യം ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ 70 വർഷക്കാലമായിട്ട് MLA-മാരായിട്ടിരുന്ന കക്ഷികളാണ് എൻ്റെ എതിർപക്ഷം. അവർക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണ പണ്ട് കിട്ടിയിട്ടുള്ളവരാണ്, പരിചയമുള്ളവരാണ്, ഈ നാട് ഭരിച്ചവരാണ്, ഒക്കെയാണ്. പക്ഷേ ഞാൻ മൂന്നാമതൊരു ശക്തിയാണ്, പുതിയൊരു ശക്തിയാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു പരീക്ഷണശാലയാണ് ഈ ആറന്മുള. ഇപ്പോൾ ഈ പരീക്ഷണത്തിൽ ഞാൻ ജയിക്കും. അത് ജനപിന്തുണ കൊണ്ട് മാത്രമാണ്. രാജേട്ടൻ, നമുക്കറിയാം ആറന്മുള എന്ന് പറയുന്നത് പൈതൃകം കൊണ്ടും അതേപോലെ തന്നെ കരകൗശല വിദഗ്ധരെ കൊണ്ടും സമ്പന്നമാണ്. പക്ഷേ ഇടതുവലത് സർക്കാരുകൾ ഭരിച്ചിട്ട് ഇതുവരെ അവർക്ക് വേണ്ടി ഒന്നും പരിഗണിച്ചിട്ടില്ല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ NDA സർക്കാർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് വേണ്ടി ചെയ്യാം? ഈ LDFും UDFും ഇത്രയും നാളും വിചാരിച്ചിട്ട്
ഈ ആറന്മുളയ്ക്ക് ഒരു പൈതൃക ഗ്രാമ പദവി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറും നിസ്സാരമാണ്. കാരണം അതിനുവേണ്ടി മെനക്കെട്ടിട്ടില്ല. UNDP ആണ് സർട്ടിഫിക്കറ്റ് നടക്കേണ്ടത്. UNDPയിൽ പോകണമെങ്കിൽ ആദ്യം അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ വിവരങ്ങൾ ധാരാളം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ രജിസ്റ്ററുകൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ UNDPയുടെ സംഘത്തെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിച്ച് അവരെ കുറച്ച് മെനക്കെട്ടുള്ള കാര്യമാണ്. ഞാനത് ചെയ്യും. ഞാൻ ആദ്യമായിട്ട് പറയുന്നു, ആറന്മുള പൈതൃക ഗ്രാമ പദവി കിട്ടാൻ ഈ UNDPയിൽ സമ്മർദ്ദം ചെലുത്തി ആ പദവി നേടിയെടുത്ത് അംഗീകാരം നേടിയെടുത്ത് ലോകോത്തരമായ ഒരു ഗ്രാമമായി ഈ പൈതൃക ഗ്രാമമായി ഒരു ഹെറിറ്റേജ് സൈറ്റാക്കി ഉയർത്തി യശസ്സിൻ്റെ നെറുകയിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്നെനിക്ക് ഉത്തമ വിശ്വാസം. ചേട്ടാ, ഒറ്റ കാര്യം കൂടി. ഈ UDF പറയുന്നു BJP NDA LDFുമായിട്ട് ഡീലാണെന്ന്. LDF പറയുന്നു NDA UDFുമായി ഡീലാണ്. എന്താണ്, ആരാണ് ഡീൽ? അവർക്ക് തന്നെ സംശയമാണ്. അവർ തമ്മിലുള്ള ഡീല് ആരും പുറത്തു വരാതിരിക്കാനാണ് ഈ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം ഇവിടെ തൊഴിലില്ലായ്മയാണ്, വിലക്കയറ്റമാണ്. ഇവിടുത്തെ യുവാക്കൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിടുന്നു. ഇവിടെ കാർഷിക അഭിവൃദ്ധിയില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിക്കാൻ 46 ലക്ഷം ടൺ അരി വേണം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 7 ലക്ഷം ടൺ അരിയാണ്. എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റും? അങ്ങനെയുള്ള വൈറ്റൽ ഇഷ്യൂസ്, വളരെ മർമ്മപ്രധാനമായ ജീവൽ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഡീല് വിഷയമായിട്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ VD സതീശനും പിണറായി വിജയനും തമ്മിൽ സംവാദം നടത്തി കളയുമെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് എവിടെ സംവാദം? ഡീൽ ആര് തമ്മിലാണ്? അത് ഓൺലൈനിലാകാം എന്നാണ് അതാണ് ഡീൽ. ഇപ്പോ ഈ കയ്യിൽ ഇപ്പോൾ ഈ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന താമര ഒരുപാട് വർഷക്കാലമായി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരാളാണ്. ഇന്ന് കേരളത്തിൽ NDAയുടെ ഒരു ട്രെൻഡാണ് ഉള്ളത്. വലിയൊരു വളർച്ചയാണ് പാർട്ടിയെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അതിൽ മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് അതിനെ നോക്കിക്കാണുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്നതോടുകൂടി ഈ പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾ എന്തൊരു വലിയ ആവേശമാണ്. ഇപ്പം ഈ ജനങ്ങൾ തന്നെയുണ്ട്. ഈ രാത്രി ഞാൻ ഈ സമയത്ത് വളരെ വയ്യ ഇവിടെ എത്തിയിരിക്കുന്നത് 2 മണിക്കൂർ ലേറ്റാണ്. എന്നിട്ടും കാത്തു നിൽക്കുന്ന ജനങ്ങളെ കണ്ടില്ലേ? ഈ കൊച്ചുകുട്ടി തന്നതാണ് എനിക്ക് ഈ താമര. ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയല്ല, ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ എന്തൊരു തെറ്റിദ്ധാരണയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപകടകരമല്ലേ വാസ്തവത്തിൽ? ഇതെല്ലാം പറഞ്ഞ് കുത്തിത്തെളി ഈ ഓരോ ക്രൈസ്തവ സഹോദരയും മുസ്ലിം സഹോദരൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ മുഴുവൻ ഇളക്കി വിട്ട് നാട്ടിൽ മുഴുവൻ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുകയല്ലേ LDFും UDFും ചെയ്യുന്നത്. എന്നാൽ അവരുടെ കൂടെ ആരാണ്? SDPI, അവരുടെ കൂടെ PDP. അബ്ദുൽ നാസർ മദനി ജയിലിൽ കിടക്കുകയാണ്, രാജ്യദ്രോഹകുറ്റത്തിനാണ് ജയിലിൽ കിടക്കുകയാണ്. ആ പാർട്ടിയുടെ അബ്ദുൽ നാസർ മദനിയുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താരാണ് പിണറായി വിജയനാണ്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അമീറിൻ്റെ അടുത്ത സുഹൃത്താണ് VD സതീശനാണ്. ഇവരാണ് മതസൗഹാർദ്ദം ഇവിടെ വന്ന് ആറന്മുളയെ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സൗഹൃദത്തോടു കൂടി കഴിയുകയാണ്. വിക്ടർ ജോർജ് ആണ് അടുത്ത് നിൽക്കുന്നത്. വിക്ടർ ജോർജ് ഉണ്ടല്ലോ, വിക്ടർ ജോർജ് അടുത്ത് നിൽപ്പുണ്ട്. ജയൻ ഓമല്ലൂർ ജയൻ നിൽപ്പുണ്ട്. എത്രയോ ആള്, തോമസ് സാർ എന്ത്, തോമസ് മാഷ് ഉണ്ട്. എത്ര എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എത്രയോ, അവർക്ക് ആർക്കും ഇല്ലാത്ത സംശയം VD സതീശന് സംശയമാണ്, പിണറായി വിജയന് സംശയമാണ്, എന്നെക്കുറിച്ചാണ് സംശയം. അതൊന്നും വിചാരിക്കേണ്ട. ഇവിടെ മാരാമൺ കൺവെൻഷനും മഞ്ഞനിക്കര തീർത്ഥാടനവും ശബരിമല തീർത്ഥാടനവും ചെറുവപ്പുഴ ഹിന്ദുമത കൺവെൻഷനും ഇവിടെ എല്ലാം ആറന്മുള വള്ളംകളിയും ആറന്മുള വള്ളസദ്യയും എല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇവിടെ നടത്തി കൂടി വരുന്ന മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ്. ഞങ്ങളെ ആരും മതസൗഹാർദ്ദം പഠിപ്പിക്കേണ്ട. അതാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു വെക്കുന്നതും അതാണ്. ആരും മതസൗഹാർദ്ദം പറഞ്ഞു വെക്കേണ്ട. ആറന്മുളയ്ക്ക് അറിയാം, ഈ മണ്ണിനറിയാം യഥാർത്ഥ മതസ്നേഹം, യഥാർത്ഥ മനുഷ്യസ്നേഹം. ആ മനുഷ്യസ്നേഹം പ്രതീക്ഷിക്കുകയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പമാണ് ഇന്ന് ജനൻ TV വോട്ട് വാർത്താ സംഘം സഞ്ചരിച്ച് എത്തിയത്. ആറന്മുളയിൽ എന്തൊരു ആവേശമാണല്ലേ? നമുക്ക് രാത്രി വളരെ വൈകിട്ടും അവിടെ കാത്തുനിൽപ്പാണ് ജനം. അതൊരു വലിയ സൂചനയാണ്. നമ്മൾ 1 മണിക്കൂറാവുന്നു പുത്തൻ പുലരി തുടങ്ങിയിട്ടല്ലേ? ഈ 1 മണിക്കൂറും തെരഞ്ഞെടുപ്പ് വാർത്തകളായിരുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം അല്ലേ? അതായത് ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ ഇന്ന് മുതൽ വാദം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9 അംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുക. ശബരിമല